as a youth, being youth is not always easy as people think. അപ്പോൾ ചിലർ കരുതും യൂത്ത് അല്ലേ, അവർക്കെല്ലാം ലൈക്ക് അവർക്ക് ഈ സമയത്ത് ഫ്രീഡം ഉണ്ട്, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. ബിക്കോസ് ഈ സമയത്ത് പീപ്പിൾ നമ്മളോട് പറയും നമ്മളെല്ലാം ഫിഗർ ഔട്ട് ചെയ്യാൻ, ലൈക്ക് ഹൂ വി ആർ, what we gonna do with our lives. അങ്ങനെ ഓരോ പ്രഷർ തരും ആൾക്കാരെല്ലാവരും. ലൈക്ക് പിന്നെ അതിന് ലൈക്ക് അതുൾപ്പെടെ ഈ സ്കൂളിൽ നിന്നുള്ള പ്രഷർ, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പ്രഷർ, പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അങ്ങനത്തെ ഓരോ പ്രഷർ ഈ യൂത്തിൽ, ലൈക്ക് യൂത്ത് പീപ്പിളിൽ അങ്ങനെ കുറേ പ്രഷർ ഇങ്ങനെ വരും. അത് അവർക്ക് കരുതും അങ്ങനെ പ്രഷറെല്ലാം വന്നു കഴിയുമ്പോൾ അവർക്ക് തോന്നലുണ്ടാവും അവർ ഇനഫ് അല്ല, അല്ലെങ്കിൽ ഐ എം ഫോളിങ് ബിഹൈൻഡ്, അങ്ങനത്തെ ഓരോ തോന്നും. ആ സമയത്താണ് where faith steps in. Proverbs 3 verse 5 and 7 says, trust in the Lord with all your heart, lean not on your own understanding, in all your ways acknowledge him, he will direct your path. So ഈ വാക്യം പറയുന്നത് നമുക്ക് എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം അറിയില്ലായിരിക്കും, പക്ഷെ അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ just trust the one who guides you. ഗോഡ് ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ പരിഹാരമെല്ലാം അപ്പം തന്നെ ലൈക്ക് നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ലൈക്ക് എല്ലാ കാര്യം അപ്പം തന്നെ പറയത്തില്ല. ഹി വിൽ ഗിവ് യു ലൈക്ക് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കമാൻഡ്മെൻറ്റ്സ്. സോ ദൈവം ലൈക്ക് ഈ യൂത്ത് എല്ലാം ഇരിക്കുന്നത്, ദൈവം നിങ്ങളെല്ലാവരും ലൈക്ക് ഒരു ഉദ്ദേശമുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുമ്പോൾ ജസ്റ്റ് ട്രസ്റ്റ് ഗോഡ് even when you feeling confusion or when you're going through like any fear or anything. So our situation, like if you're going through any fear or like confusion, നമ്മൾ പോലും അറിയാണ്ട് നമ്മളിൽ നിന്നൊരു സ്ട്രെങ്ത് വെളിപ്പെടുകയാണ്. ആ വെളിപ്പെടാൻ കാരണം നമ്മൾക്ക് ദൈവത്തിലുള്ള ഒരു ഫെയ്ത്ത് കാരണമാണ്. നമ്മൾ പോലും അറിയാണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ ആ സ്ട്രെങ്ത് തരും. So don't be afraid of the unknown, just trust the one who holds your tomorrows, so trust in God.